ഒരു നല്ല വ്യക്തിത്വത്തിനുടമയാവണോ? എങ്കിൽ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വം നമ്മൾ സ്വയം വളർത്തിയെടുക്കണം. നമുക്ക് ചുറ്റുമുള്ളവരും പതിയെ നമ്മളെന്ന വ്യക്തിയെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും തുടങ്ങും. ചില വ്യക്തികളോട് നമുക്കൊരു പ്രത്യേക ഇഷ്ടം അല്ലെങ്കിൽ അടുപ്പം തോന്നാറില്ലേ? അവരുടെ നടത്തവും പെരുമാറ്റവും എന്തിന് സംസാര രീതിയും വരെ എല്ലാം നമ്മൾ ഇഷ്ടപ്പെട്ടു പോകും. എങ്ങനെ ഒരു നല്ല വ്യക്തിത്വം വളർത്തിയെടുക്കാം, എന്തെല്ലാമാണ് അതിനുള്ള വഴികൾ എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് ഡോണ്ട് ടോക്ക് ലൗഡ്ലി എന്നാണ്. അതായത് ഉച്ചത്തിൽ സംസാരിക്കാതിരിക്കുക. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ എപ്പോഴും പതിയെ സൗമ്യമായി സംസാരിക്കുക. അടുത്തത് ആവശ്യമില്ലാത്ത സന്ദർഭങ്ങളിൽ സംസാരിക്കാതിരിക്കുക. എല്ലായ്പ്പോഴും ചാടിക്കയറി മറ്റുള്ളവരോട് സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കുക. അവരുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ മെൻ്റൽ സ്റ്റേറ്റസ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം അവരുമായി സംസാരിക്കാൻ ശ്രമിക്കുക. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അനാവശ്യമായ ചോദ്യങ്ങൾ ആരോടും ചോദിക്കാതിരിക്കുക. പ്രത്യേകിച്ചും പേഴ്സണലായിട്ടുള്ള ചോദ്യങ്ങൾ. ഉദാഹരണത്തിന്, കല്യാണം കഴിഞ്ഞില്ലേ, ജോലി കിട്ടിയില്ലേ, കുട്ടികളായില്ലേ, തടി കൂടിയില്ലേ, തടി കുറഞ്ഞില്ലേ തുടങ്ങി പേഴ്സണലായിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് അറിയാമെങ്കിലും വീണ്ടും വീണ്ടും അവരെ വിഷമിപ്പിക്കാൻ ചോദിച്ചുകൊണ്ടിരിക്കും. അത് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. അടുത്തതായി പറയുന്നത് ഒരു നല്ല കേൾവിക്കാരനാവുക എന്നാണ്. ഒരു വ്യക്തിക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളിലൊന്നാണ് ഒരു നല്ല കേൾവിക്കാരനാവുക എന്നത്. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് സംസാരിക്കാനുള്ള സമയം കൊടുക്കുക. അതിനുശേഷം മാത്രം ചിന്തിച്ചുകൊണ്ട് മറുപടി പറയുക. മറ്റുള്ളവർ സംസാരിക്കുന്നതിനിടയിൽ ചാടിക്കയറി മറുപടി പറയാൻ ശ്രമിക്കരുത്. അടുത്തതെന്ന് പറയുന്നത് മനസ്സ് നിറഞ്ഞ പുഞ്ചിരി എപ്പോഴും മുഖത്ത് നിറയ്ക്കാൻ ശ്രമിക്കുക. നമ്മുടെ വിഷമങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ ഇരുന്നോട്ടെ. നമ്മളെ പരിചയപ്പെടുന്നവർക്കും നമ്മുടെ ചുറ്റുമുള്ളവർക്കും ഒരു ചെറുപുഞ്ചിരി എപ്പോഴും സമ്മാനിക്കുക. അടുത്ത പോയിന്റ് എന്തെന്ന് വെച്ചാൽ വൃത്തിയായി വസ്ത്രം ധരിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണത്. പുറത്തു പോകുമ്പോഴായാലും വീട്ടിലായാലും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വസ്ത്രം ധരിക്കുക. അത് നമുക്കും ഒപ്പം നമ്മളെ കാണുന്നവർക്കും ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കും. ഇനി ഏഴാമത്തെയും അവസാനത്തെയുമായ പോയിന്റ്, സോഷ്യൽ മീഡിയയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. പലപ്പോഴും ആളുകൾ എന്താ ചെയ്യുക എന്നറിയുമോ? മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് എല്ലാം നോക്കി അത് കണ്ട് അത് സ്വന്തം ജീവിതവുമായി കമ്പയർ ചെയ്ത് ദുഃഖിച്ചിരിക്കും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, 1-2 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള വീഡിയോകൾ എങ്ങനെയാണ് അവരുടെ ജീവിതമാവുക? അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക. സോ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ 7 പോയിന്റുകൾ വ്യക്തിത്വ വികസനത്തിന് വളരെയധികം സഹായിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സോ ഈ പോയിന്റുകൾ പരമാവധി നിങ്ങളുടെ ജീവിതത്തിൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക.